عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد في أول كلامنا، اللهم صل على سيدنا محمد في أوسط كلامنا، اللهم صل على سيدنا محمد في آخر كلامنا. الصلاة والسلام عليك يا سيدنا ويا حبيبنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا. ബഹുമാനികളെ, അഷ്റഫുൽ ഖൽഖായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് അടുത്തു വരികയാണ്. സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ധാരാളം സ്വലാത്ത് സലാമുകൾ അർപ്പിക്കുവാനും ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മദ്ഹ് പ്രകീർത്തനങ്ങൾ ആലപിക്കുവാനും അവിടുത്തെ പൊരുത്തം സമ്പാദിക്കുവാനും നമുക്കെല്ലാം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് മഹത്തുക്കൾ അവരുടെ ചരിത്രങ്ങളിൽ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ പലതും ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം പ്രതീക്ഷിച്ച് മനസ്സറിഞ്ഞ് ഖൽബറിഞ്ഞ് മദീനയിലേക്ക് സമർപ്പിച്ചപ്പോൾ വലിയ അത്ഭുതങ്ങളും സന്തോഷങ്ങളും പുണ്യ റബീഉൽ അവ്വൽ മാസങ്ങളിൽ പല മഹത്തുക്കൾക്കും നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സാധുക്കളായ നമുക്ക് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട പൂമുഖം ഒരിക്കലെങ്കിലും കാണാൻ അള്ളാഹു വിധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വന്യരായ ഷെയ്ഖുന ഖുതുബുൽ ആലം റഈസു സാഹിദീൻ മിൻ മശാരിഖിൽ അർദി ഇലാ മഗാരിബിഹ മുഹമ്മദ് അബീബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനുഭാവനെ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ് നമ്മൾ. വന്യരായ ഷെയ്ഖുന അവിടുത്തെ ജീവിതം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പുണ്യ റബീഉൽ അവ്വൽ മാസം ആഗതമാകുന്ന സമയത്ത് ഒരിക്കലും വന്യരായ ഷെയ്ഖുനയെ നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ച ഷെയ്ഖുന, അവിടുത്തെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അവിടുത്തെ ജന്മം റബീഉൽ അവ്വൽ 12 എന്നത്. സയ്യിദുൽ വജൂദ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിച്ച വലിയ ആഷിഖായി ജീവിച്ച് അവിടുത്തെ ജീവിതത്തിൽ വന്യരായ ഷെയ്ഖുനയുടെ ജീവിതത്തിൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ വലിയ അടയാളപ്പെടുത്തലുകൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ സ്നേഹം ഇന്നും വന്യരായ ഷെയ്ഖുനയുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവരെല്ലാം പരിശുദ്ധ മദീനയെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ്. പല മഹത്തുക്കളുടെയും ജീവിതം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഷെയ്ഖുന ഭൂമി ലോകത്തേക്ക് ഉദയം ചെയ്യുന്നതിന് മുമ്പ്, ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ വന്യരായ പിതാവ് കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ വലിയ മഹാനാണ്, ഔലിയാക്കളിൽ പ്രമുഖനുമാണല്ലോ. അവർ ഹജ്ജിന് പോകുന്ന സമയം നാട്ടിൽ അവരുടെ ഭാര്യ ഗർഭിണിയാണ്. ഹജ്ജിന് പോയ സമയത്ത് സ്വാലിഹായ കുഞ്ഞ് ലഭിക്കുന്നു എന്ന വലിയൊരു സന്തോഷ വിവരം അവിടെ വെച്ചുകൊണ്ട് മഹാനുഭാവന് ലഭിച്ചിട്ടുണ്ട്. നാട്ടിൽ വന്ന് വഅദിന് പോയ സമയം ആരിഫീങ്ങളിൽപ്പെട്ട മഹാൻ ബഹുമാനപ്പെട്ട കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ് ഷെയ്ഖുനയുടെ പിതാവിനോട് ഷെയ്ഖുനയുടെ ജന്മത്തെക്കുറിച്ചുള്ള സന്തോഷം അറിയിച്ചു കൊടുക്കുന്നു. വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ വാരിയെടുത്ത് അവർക്ക് ചുംബനങ്ങൾ അർപ്പിച്ച് അവിടുത്തെ ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരം മുഹമ്മദ് അബൂബക്കർ എന്ന പേര് നൽകുകയും ചെയ്തു. റബീഉൽ അവ്വൽ മാസം 12
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന് സമ്മാനമായി ലഭിച്ച ദിനത്തിൽ ഒന്നരായ ഷെയ്ഖുനെയും ലോകത്ത് ഉദയം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഷെയ്ഖുനയുടെ വളർച്ച ആ മഹാനുഭാവനായ പിതാവിൻ്റെ തർബിയത്തിലൂടെയായിരുന്നു. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അറിയുകയും ആ തിരുസുന്നത്തിലൂടെ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്ത ഒന്നരായ ഷെയ്ഖുന 1962 പുണ്യ മദീനയിൽ എത്തിച്ചേർന്നപ്പോൾ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്ഖിൻ്റെ വല്ലാത്ത അനുഭൂതിയിൽ അവിടുത്തെ തിരുഹദറത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഫഖറജ നൂറും മിൻ റൗദത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുസന്നിധിയിൽ നിന്ന്, റൗദയിൽ നിന്ന് ദിവ്യപ്രകാശം ബഹുമാനപ്പെട്ട ഷെയ്ഖുനയെ വലയം ചെയ്തു. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും പൊരുത്തവും കരഗതമാക്കിയിട്ടാണ് ഷെയ്ഖുന തിരിച്ചു വന്നത്. പിന്നീട് അങ്ങോട്ട് മഹാത്ഭുതങ്ങളുടെ പ്രപഞ്ചമായി ഒന്നരായ ഷെയ്ഖുന മാറിയിട്ടുണ്ട്. നിരവധി എണ്ണിയാലൊതുങ്ങാത്ത കറാമത്തുകൾ അവിടുത്തെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖുനയുടെ ജീവിതത്തിൽ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി ഒരുപാട് ഇഷ്ഖിൻ്റെ ചരിതങ്ങൾ നമുക്ക് ഓർത്തെടുക്കുവാനുണ്ട്. ഒന്നരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളിലും മഹത്തുക്കളുടെ വാക്കുകളിലും നിരന്തരം നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങളാണതെല്ലാം. അല്ലാഹു തആല ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട പൊരുത്തം ലഭിച്ചവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബീഉൽ അവ്വൽ മാസം ആഗതമാകുമ്പോൾ മഹത്തുക്കളായ മുൻഗാമികൾ ചെയ്തതുപോലെ ആ പുണ്യ വസന്തമാസം എത്തുന്നതിന് മുമ്പ് നല്ല വിഭവങ്ങൾ ഒരുക്കി നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടാൻ മഹത്തുക്കളായ ആരിഫീങ്ങൾ, ഔലിയാക്കൾ അവരുടെ ജീവിതത്തിൽ സ്വലാത്തുകൾ കൊണ്ട്